2 வார்த்தை ஜெயராம் வாங்க அப்படி ஏதாவது ஒன்று சொல்றீங்களா? எனக்கு கேட்டுட்டு இருக்கிறது. ஜெயராம் வாங்க, ஜெயராம், ஜெயராம் വണക്കം വാങ്ങ. നമസ്കാരം. അധികമായാൽ അമൃതും വിഷം എന്ന് കേട്ടിട്ടില്ലേ? അതൊരു സത്യമാണ് കേട്ടോ. എന്ത് സംഭവമാണെങ്കിലും എത്ര നല്ല സാധനമാണെങ്കിലും അധികമായി പോയോ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, നമുക്ക് പിടിക്കത്തില്ല, അത് ദഹിക്കത്തില്ല. ഞാൻ ഇന്ന് പറഞ്ഞു വരുന്നത് സിനിമാ നടൻ ജയറാമിൻ്റെ അമിത വിനയത്തെ പറ്റിയാണ്. പലപ്പോഴും എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുണ്ട്, എന്തിനാണ് ഇത്രയും വിനയം അങ്ങ് വഴിഞ്ഞൊഴുകി ഇങ്ങനെ ഒരു പ്രഹസനം ജയറാം കാണിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായിരിക്കും, അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൽ വരുന്നതായിരിക്കും അതെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പല ഇൻ്റർവ്യൂകളും മലയാളത്തിൽ കൊടുക്കുന്ന സമയത്ത് നല്ല സ്വാഭാവികമായിട്ടിരുന്ന് വളരെ സ്വാഭാവികമായിട്ട് പ്രതികരിക്കുന്നതൊക്കെയാണ് കണ്ടിട്ടുള്ളത്. വളരെ നൈസായിട്ട് കൂളായിട്ടൊക്കെ സംസാരിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്, നോർമൽ ഒരു വ്യക്തിയെ പോലെ. അതായത് അമ്മയോട് തുറന്നു പറയാൻ പറ്റാത്ത ഒന്നും അവർക്ക് ഇല്ല എന്നുള്ള രീതിയിൽ അവരെ വളർത്തിയിട്ടുള്ളത് വലിയ കാര്യം തന്നെയാണ്. പക്ഷെ തമിഴ്നാട്ടില് അല്ലെങ്കിൽ വേറൊരു ഭാഷയിലൊക്കെ ചെന്നൊരു ഇന്റർവ്യൂ നടത്തുമ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ശരീരഭാഷ. ഈ അമിത വിനയത്തിൻ്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു വേർഷൻ കഴിഞ്ഞ ദിവസം എനിക്കും കാണേണ്ടി വന്നു. ആ ഒരു വേർഷൻ്റെ പേരിലാണ് അദ്ദേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എയറിൽ ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നത്. അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് വീഡിയോകൾ വരുന്നുണ്ട്. അതിലൊന്നും കഴമ്പില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ആ വിമർശനങ്ങൾ ശരി തന്നെയാണ്. ആ വിമർശനങ്ങൾക്കൊക്കെ കഴമ്പുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാകും. எனக்கு கிடைச்ச ஒரு பெரிய வரப்பிரசாதம் இது. കാരണം ജയറാം വാങ്ങ, ജയറാം, ജയറാം വണക്കം വാങ്ങ. ജയറാമിനെ ഒരാൾ ഇന്റർവ്യൂ ചെയ്യുകയാണ്. ഇന്റർവ്യൂ ചെയ്യുന്നത് നടൻ ശിവാജി ഗണേശന്റെ മകൻ രാംകുമാർ ഗണേശനാണ്. അപ്പോൾ ഇദ്ദേഹമാണ് ഇന്റർവ്യൂ ചെയ്യുന്നത് എന്ന് കണ്ട് ജയറാമിൻ്റെ ആ ഒരു വിനയം, എളിമ അതെല്ലാം അങ്ങ് കൈവിട്ടുപോയി. ഈ അണക്കെട്ട് പൊട്ടി തകർന്നതുപോലെ ജയറാം അങ്ങ് ഇല്ലാതാകുകയാണ്. അയ്യോ സാറാണോ, അയ്യോ സാറിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്, ഈ ടേബിളിന് ഇപ്പുറം ഇരിക്കാൻ പറ്റുന്നത് ഒരു വരപ്രസാദമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങ് തള്ളി മറിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ മലയാളത്തിലൊക്കെ ആവുമ്പം വളരെ നോർമലായിട്ട് സംസാരിക്കുന്ന ആളാണ്. വേറൊരു ഭാഷയിൽ ചെന്ന് തമിഴിലാകുമ്പോൾ പ്രത്യേകിച്ച് പറയുകയും വേണ്ട. അദ്ദേഹം 10-30 വർഷം കൊണ്ട് ചെന്നൈയിലൊക്കെ താമസമാക്കിയിട്ടുള്ള ആളാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ ഞാനൊരു തമിഴനാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. തമിഴ് കഴിഞ്ഞിട്ടേ എനിക്ക് മലയാളം ഉള്ളൂ എന്ന രീതിയിലാണ് ഇൻ്റർവ്യൂകൾ കൊടുക്കുന്നതും. അതിലേക്ക് വരാം. അങ്ങനെ ഒരു പ്രശ്നം കൂടി അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം, സാറിൻ്റെ അച്ഛൻ്റെ അതേ ശബ്ദമാണ് സാർ, ആ ശബ്ദത്തിൽ ജയറാം എന്നൊന്ന് എന്നെ വിളിക്കൂ സാർ, ജയറാം എന്നൊന്ന് എന്നെ വിളിക്കൂ. അപ്പോൾ ഉടനെ അങ്ങേര് ഈ ഇൻ്റർവ്യൂ എടുക്കുന്ന ശിവാജി ഗണേശൻ്റെ മകൻ ജയറാം വാങ്ക ജയറാം. ഇത് പറയുമ്പോൾ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് ചെവി രണ്ടും പൊത്തുകയാണ്. അതായത് കണ്ണ് പൊത്തി ആ ശബ്ദം കേൾക്കേണ്ടതിന് പകരം എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ കോർഡിനേഷൻ തെറ്റി ചെവി ഇങ്ങനെ അടച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ കേൾക്കുകയാണ്. എക്സലൻറ്റ് എന്നൊക്കെ പറയാണ്. അദ്ദേഹം മിമിക്രി ചെയ്തതല്ല എക്സലൻറ്റ് എന്നൊരു കമൻറ്റ് കൊടുക്കാൻ. സ്വന്തം അച്ഛനാണ് ശിവാജി ഗണേശൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദമൊക്കെ കുറച്ചൊക്കെ മകനും കിട്ടും. അത് സ്വാഭാവികമായിട്ട് അങ്ങേരുടെ തൊണ്ടേന്ന് വരുന്നതാണ്. ആ മനുഷ്യൻ എത്ര നാച്ചുറലായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. അദ്ദേഹം ഒരു പോഡ്കാസ്റ്റ് നടത്തുകയാണ്. അദ്ദേഹം ഇങ്ങനെ പലരെയും വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. അവരിൽ നിന്നൊന്നും കിട്ടാത്ത ഒരു അനുഭവമായിരിക്കും ഇപ്പോൾ ജയറാമിൽ നിന്ന് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്, കിട്ടിയിട്ടുണ്ടാകുക. ഓവർ വിനയം എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ കുറേ പേര് വിചാരിക്കുക അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിരിക്കും, എന്തിനാണ് അതിനെ വിമർശിക്കുന്നത്? അല്ല, വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണെങ്കിൽ എല്ലായിടത്തും അങ്ങനെ ചെയ്യേണ്ടി വരും. പക്ഷേ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ മാത്രം. ഇനി ഞാൻ ആദ്യം സൂചിപ്പിച്ച ആ ഒരു കാര്യത്തിലേക്ക് കൂടി വരാം, ആശയത്തിലേക്ക് കൂടി വരാം. ഈ ജയറാം മലയാളത്തിൽ ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുന്ന സമയത്ത് മലയാളം, നമ്മുടെ സിനിമ, നമ്മുടെ മലയാള സിനിമ എന്നൊക്കെ പറഞ്ഞ് മലയാളികളെ സുഖിപ്പിക്കും. തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ, ഞാൻ 30 വർഷമായിട്ട് ചെന്നൈയിൽ സ്ഥിരതാമസക്കാരനാണ്, ഒരു പാതി തമിഴൻ എന്ന് തന്നെ എന്നെ പറയാം. പലപ്പോഴും ഞാൻ മലയാളത്തിലൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് തമിഴ് ഇടയ്ക്ക് കയറി വരാറുണ്ട്. തമിഴാണ് എൻ്റെ എല്ലാം, തമിഴ് മക്കളാണ് എനിക്കെല്ലാം എന്നൊക്കെ പറഞ്ഞ് അവരെ ഇട്ട് സുഖിപ്പിക്കും. ഇതെല്ലാം ഈ മലയാളികൾ കാണുന്നുണ്ട്. തമിഴിലോ കന്നഡയിലോ തെലുങ്കിലോ ഹിന്ദിയിലോ ഒക്കെയുള്ള ഇൻ്റർവ്യൂകൾ കാണുന്നവരാണ് മലയാളികൾ എന്നതാണ് ഇതിലെ ഒരു പ്രശ്നം. പക്ഷെ വേറെ ഭാഷയിലുള്ളവരാണെങ്കിൽ മലയാളത്തിലെ ഇൻ്റർവ്യൂകൾ അങ്ങനെ കാണാറില്ല താനും. അതിപ്പോൾ ഇതിനെല്ലാം മൂകസാക്ഷികളാകേണ്ടി വരുന്ന ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. എൻ്റെ പൊന്ന് ജയറാമേട്ട, നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടം നിങ്ങൾ ഇല്ലാതാക്കരുത്. ഒരു സമയത്തൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനായിരുന്നു ജയറാം. പക്ഷേ പല സമയത്തും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതികൾ ഇത്രയും വേണ്ടല്ലോ, എന്തിനാണ് ഇത്രയും ഓവറല്ലേ എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലായിപ്പോയി.
இல்லை, இது எனக்கு கிடைச்ச ஒரு பெரிய வரப்பிரசாதம் அது. കാരണം உங்க முன்னாடி உட்காந்துட்டு ഇന്റർവ്യൂ பண்ண முடியறது அதுல இந்த ടേബിൾ നല്ലപോലെ ചെണ്ട കൊട്ടുന്ന ആളാണ്, നന്നായിട്ട് മിമിക്രി ചെയ്യുന്ന ആളാണ്, നന്നായിട്ട് അഭിനയിക്കുന്ന ആളാണ്, ഒക്കെ ശരി തന്നെ. എങ്കിലും ഒരാളുടെ ചില സമയത്തുള്ള പെരുമാറ്റം അമിതമാകുമ്പോൾ, വിനയമാണെങ്കിലും അത് അമിതമാകുമ്പോൾ നമുക്ക് എത്രത്തോളം അത് അരോചകമാകുന്നു എന്നതിനുള്ള ഒരു ഉദാഹരണമായിട്ട് ഇതിനെ കാണാം. അതുകൂടാതെ തന്നെ തമിഴ്നാട്ടിൽ ചെന്നിട്ട് 2020 സിനിമയെക്കുറിച്ചൊക്കെ അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ സംസാരിക്കുകയാണ്. ഈ ഇന്റർവ്യൂവിൽ തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പോൾ അമ്മ അസോസിയേഷനിൽ പെടുന്ന മിക്ക സൂപ്പർ സ്റ്റാറുകളും എല്ലാം ആ ഒരു സിനിമയിൽ ഉണ്ടായിരുന്നില്ല. ഇവരൊക്കെ പ്രതിഫലം വാങ്ങിക്കാതെ അമ്മ സംഘടനയ്ക്ക് വേണ്ടി ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഭിനയിച്ചു കൊടുത്ത സിനിമയാണ് 2020. ഈ വക കാര്യങ്ങളൊക്കെ പറയുകയാണ്. അവസാനം ഇവര് ദിലീപ്, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം ഇവരെല്ലാവരും കൂടി നടന്നു വരുന്ന ഒരു ഫോട്ടോ, ഇവരെല്ലാവരും കൂടി ഉൾപ്പെടുന്ന ഒരു ഫോട്ടോ കാണിച്ചിട്ട് ആ ഫോട്ടോയെക്കുറിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ ആ ഫോട്ടോയ്ക്ക് പിന്നിലുള്ള കഥ ജയറാം മലയാളത്തിൽ പറഞ്ഞത്, നിങ്ങൾ 5 പേരും കൂടെ നടന്നു വരുന്ന ഒരു ഷോട്ട് എടുക്കണമെന്ന് ഡയറക്ടർ പറഞ്ഞായിരുന്നു അവസാന ദിവസം. പക്ഷേ എനിക്ക് ശബരിമലയിൽ പോകേണ്ട ഡേറ്റ് ആയതുകൊണ്ട് എനിക്ക് അവിടെ നട തുറക്കുന്ന അന്ന് തന്നെ പോകണം എന്നുള്ള നിർബന്ധമുള്ളത് കൊണ്ട് ആ ഷോട്ട് എനിക്ക് അന്ന് എടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. വേണ്ടാന്ന് വെച്ചിട്ട് ഈ 5 പേരിൽ നടന്നു വരുന്ന ഏതാണ് വലുതെന്ന് തോന്നിയപ്പോൾ എനിക്ക് അതാണ് വലുതെന്ന് തോന്നി. ഇതേ ജയറാം കഴിഞ്ഞ ഈ തമിഴ്നാട്ടിൽ നടന്ന ഈ തമിഴ് ഇന്റർവ്യൂവിൽ പറയുകയാണ്, എനിക്ക് ദീപാവലി നാളായിരുന്നു അന്നേക്ക്, ദീപാവലി എനിക്ക് വന്ന് മുഖ്യം, അതുകൊണ്ട് ഞാൻ ആ ഷോട്ട് എടുത്തില്ല, എനിക്ക് ദീപാവലി കൂടിയേ പറ്റൂ എന്ന് ഞാൻ ഡയറക്ടറോട് പറഞ്ഞു എന്ന്. இல்லை, உனக்கு தீபாவளி பெருசா, கடைசியில் எல்லாரும் 5 பேர் நடந்து வருது பெருசா? சார் எனக்கு தீபாவளி தான் முக்கியம் அப்படின்னா போகணும். ഇത് രണ്ടും കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളികളെ ഇങ്ങേരൊന്ന് മാനിക്കണ്ടേ? നമുക്കൊരല്പം വില തരണ്ടേ? ഒന്ന് മനസ്സിലാക്കണം ജയറാം, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തീന് പെറ്റമ്മ തൻ ഭാഷ താൻ എന്നൊക്കെ ഈ മലയാള ഭാഷാ ദിനാചരണത്തിനോടനുബന്ധിച്ചൊക്കെ നിങ്ങളൊക്കെ പ്രസംഗിച്ചും പാടിയും നടന്നാൽ പോരാ, അല്ലെങ്കിൽ കേരളത്തിൽ എത്തുമ്പോൾ മലയാളത്തെ ഇട്ട് പുകഴ്ത്തിയാൽ പോരാ. നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തു പോകുമ്പോഴാണ് കുറച്ചുകൂടി നമ്മുടെ ഭാഷയ്ക്കും നമ്മുടെ സംസ്കാരത്തിനും ഒക്കെ നമ്മൾ പ്രാധാന്യം നൽകേണ്ടത്. പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കേണ്ടതും അപ്പോഴാണ്. നമ്മൾ കേരളത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ മലയാളത്തെ അല്ലെങ്കിൽ കേരളത്തെ നമ്മുടെ സംസ്കാരത്തെയൊക്കെ എത്രത്തോളം ഉയർത്തിപ്പിടിക്കുന്നുവോ അതിനേക്കാൾ ഉപരിയായിട്ട് പുറത്തു പോകുമ്പോൾ അത് ചെയ്യുമ്പോഴാണ് അതിൽ കൂടുതൽ ഒരു ഭംഗി ഉണ്ടാകുന്നത്, പ്രയോജനം ഉണ്ടാകുന്നത്, അല്ലേ? അതപ്പോഴാണ് കൂടുതൽ ശരിയാകുന്നത്, ഉചിതമാകുന്നത്. ഇരുന്ന് രാവിലെ പരദൂഷണം പറയുവാണെന്നൊന്നും ആർക്കും തോന്നണ്ട. ഇത് കണ്ടപ്പോൾ അല്പം ഓവറാണ്, അല്പം കൂടുതൽ ഓവറാണെന്ന് എനിക്ക് തോന്നി. എനിക്ക് ആ ചെവിയൊക്കെ പൊത്തി അദ്ദേഹത്തിൻ്റെ ശബ്ദം വന്ന് ഓ ഓ ഓ എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ എന്താണ് മഹാബോർ. ഒന്നില്ലെങ്കിൽ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു നടനല്ലേ, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും അങ്ങ് ചെറുതാണ്, ഞാൻ എവിടെയോ താഴെ കിടക്കുന്നവനാണ്, എൻ്റെ മുന്നിലിരിക്കുന്ന എന്തോ വലിയ ഒരാളാണ് എന്നുള്ള തോന്നലൊക്കെ ഉണ്ടോ? ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടോ ജയറാമിന്? അല്ല, അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുക. അങ്ങനൊന്നും ഇല്ല എന്ന് ഞങ്ങൾക്കറിയാം, കാരണം പലയിടത്തും പല രീതിയിൽ സംസാരിക്കാൻ അറിയാവുന്ന ആളാണല്ലോ. അപ്പം ചിലയിടങ്ങളിൽ ചെല്ലുമ്പോൾ ഈ അമിതമായിട്ട് കാണിക്കുന്ന വിനയം മറ്റുള്ളവരെ അലോസരപ്പെടുത്തുകയാണ്, മറ്റുള്ളവരിൽ അസ്വസ്ഥത മാത്രമാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പം മലയാളികൾ മാത്രമല്ല കേട്ടോ, തമിഴിൽ ഈ ഇന്റർവ്യൂ ഇറങ്ങിയതിന് ശേഷം തമിഴന്മാരും എടുത്തിട്ട് അലക്കുകയാണ്. ഈ ഇന്റർവ്യൂവിന് താഴെ തമിഴന്മാരൊക്കെ ഇട്ടിരിക്കുന്ന കമന്റ്, നടിക്കക്കൂടാതെ സാർ, ലൈഫിൽ നടിക്കക്കൂടാതെ എന്നാണ് പറയുന്നത്. അതായത് ജീവിതത്തിൽ അഭിനയിക്കരുത് എന്നാണ്. എന്തൊരു അഭിനയമാണ്! ഇങ്ങനെ അഭിനയിച്ച് തകർക്കരുത്. ഞങ്ങൾക്ക് ആർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ദഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. എല്ലാം ഒരു പരുവത്തിന് വേണം. ചിലപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൽ വരുന്നതുമായിരിക്കും താൻ ഒരുപാട് ആരാധിച്ചിരുന്ന ഒരാളുടെ മകനെ നേരിട്ട് കാണുമ്പോൾ അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് പരിധി കടന്നു പോകുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ വന്നതായിരിക്കും. ഒന്നുമില്ലെങ്കിൽ അത് നിയന്ത്രിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം, അതിനുള്ള ഒരു പക്വത കാണിക്കണം. അല്ലെങ്കിൽ അത്രത്തിൻ്റെയും ആവശ്യമില്ല എന്ന ഒരു സ്വയം ബോധ്യം വേണം. നിയന്ത്രിച്ച് ഒക്കെ പെരുമാറാൻ പഠിക്കണം. അത് അസ്വസ്ഥത ഉണ്ടാക്കുന്നു മറ്റുള്ളവരിൽ. ഞാൻ എന്താണ് പറയാൻ ശ്രമിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഈ ഒരു വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ പ്രതികരണം? ഇത്രയൊക്കെ വേണോ? ഇത്രയൊക്കെ കാണിച്ചുകൂട്ടലുകൾ ഫീൽഡിൽ നിലനിൽക്കാൻ ആവശ്യമാണോ? അതോ പ്രായം ഇത്ര ആയതുകൊണ്ട് ഇനി ഇങ്ങനെയൊക്കെ കാണിച്ച് നിന്നാലേ എനിക്ക് ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ എന്ന തോന്നലിൻ്റെ പുറത്താണോ ജയറാം ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്? നിങ്ങളുടെ അഭിപ്രായം വിലയേറിയതാണ്. അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും.